ഹായ് പറയാനൊന്നുമുള്ള ഒരു സൗകര്യത്തിലല്ല ഉള്ളത്. കാരണം അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ സന്ദർഭത്തിൽ നിന്നും വിഷയത്തിൽ നിന്നും വ്യതിചലിച്ച് പോകും. നമ്മുടെ വിഷയം ലോകത്ത് മുസ്ലിം ജനസംഖ്യ ക്രമാതീതമായി വർദ്ധിക്കുന്നു എന്നതാണ്. സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം വന്നപ്പോൾ എന്താ പ്രശ്നം? അവരും ഈ ഭൂമിയുടെ അവകാശികളല്ലേ? നമുക്ക് ചോദിക്കാം, ചോദിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇവിടെ ജനസംഖ്യാ നിയന്ത്രണത്തിന് ഏറ്റവും പുതിയ നയം വേണമെന്ന് ഒരു നിർദ്ദേശം വന്നത് നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാകും. അതിന് പിന്നാലെ BJP ഭരിക്കുന്ന ഉത്തരാഖണ്ഡിലെ സർക്കാർ ജനസംഖ്യാ നിയന്ത്രണത്തിനുള്ള നടപടികൾക്ക് തുടക്കം കുറിച്ചു കഴിഞ്ഞു. കാരണം ഇങ്ങനെ ജനസംഖ്യ ക്രമാതീതമായി വർദ്ധിച്ചു പോയാൽ ഒരു പക്ഷേ ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ള കാര്യമല്ല പറയുന്നത്, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് പ്രതിസന്ധികൾ, അത്രയും പേരെയും ഉൾക്കൊള്ളാൻ ഒരുപക്ഷെ ഈ രാജ്യത്തിന് സാധിച്ചില്ല എന്നും വന്നേക്കാം. ഉത്തർപ്രദേശ്, അസം തുടങ്ങിയ സംസ്ഥാനങ്ങൾ നടപ്പിലാക്കിയ മാതൃക രാജ്യത്തെങ്ങും വ്യാപിപ്പിക്കാനാണ് RSS ശ്രമം നടത്തുന്നത്. അതിന്റെ തുടക്കം എന്ന നിലയിലാണ് ഉത്തരാഖണ്ഡില് ഈ നയം നടപ്പിലാക്കാനുള്ള RSSന്റെ ആവശ്യവും പിന്നാലെ ഉയർന്നിരിക്കുന്നത്. അതിനുശേഷം ഇതിനുള്ള നടപടികൾക്ക് പുഷ്കർ സിംഗ് ധാമി സർക്കാർ തുടക്കം കുറിക്കുകയായിരുന്നു. ഇപ്പോ ജനസംഖ്യ വർദ്ധിക്കുന്നു എന്നതിനേക്കാൾ ഉപരി ജനങ്ങൾക്ക് പാർപ്പിട സൗകര്യങ്ങൾ ഉണ്ടാകണം, അവർക്ക് വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഉണ്ടാകണം, ചികിത്സാ സൗകര്യങ്ങൾ ഉണ്ടാകണം. അതല്ലാതെ കുറെ ജനസംഖ്യ വർദ്ധിച്ചു എന്നതുകൊണ്ട് കാര്യമില്ലല്ലോ. ഇപ്പോ ഡെറാഡൂൺ, ഹരിദ്വാർ, ഉദ്ധം സിംഗ് നഗർ, നൈനിറ്റാൾ ഇവിടെയൊക്കെ മുസ്ലിം ജനസംഖ്യ ഉയരുകയാണ് എന്ന വിലയിരുത്തലിന്റെ ഭാഗമായിട്ടാണ് പുതിയ നിർദ്ദേശമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഇത് ചർച്ച ചെയ്യുന്നതിന് RSSന്റെ യോഗം ചേർന്നിട്ടുണ്ട്. BJP ദേശീയ സെക്രട്ടറി BL സന്തോഷിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം നടന്നത്. സംസ്ഥാനത്തെ പ്രമുഖ BJP നേതാക്കളും യോഗത്തിനെത്തിയിട്ടുണ്ടായിരുന്നു. ഉത്തർപ്രദേശ്, അസം സംസ്ഥാനങ്ങളിൽ അവരുടെ ഭരണത്തിലുള്ള സർക്കാരുകൾ ജനസംഖ്യാ നിയന്ത്രണത്തിനുള്ള പദ്ധതികൾ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ജനങ്ങൾക്ക് ആ രൂപത്തിലുള്ള കൺവിൻസിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജനസംഖ്യാ നിയന്ത്രണത്തിന് ഒരു സമിതി രൂപീകരിച്ചിട്ടായിരിക്കും പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ചീഫ് സെക്രട്ടറി SS സാധു ആയിരിക്കും സമിതിയെ നയിക്കുന്നത്. 35ഓളം സംഘപരിവാർ സംഘടനകളാണ് ജനസംഖ്യാ നിയന്ത്രണം വേണമെന്ന ആവശ്യവുമായി രംഗത്തെത്തിയത്. രാജ്യത്ത് മുഴുവനും ഈ നയം നടപ്പിലാക്കുന്നതിന്റെ ഒരു ടെസ്റ്റ് ഡോസ് ആയിരിക്കും ഉത്തരാഖണ്ഡിലെ പ്രവർത്തനമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതായത് എത്ര ജനസംഖ്യ വേണം, ആര് എത്ര പ്രസവിക്കണം, എത്ര മക്കൾ ഉണ്ടാകണം എന്നൊക്കെ തീരുമാനിക്കാനുള്ള ഒരു അധികാരം സർക്കാരിനാണോ എന്ന ചോദ്യം ഇവിടെ ബാക്കി നിൽക്കുമ്പോൾ അതല്ല ഇവിടെ പ്രതിഫലിപ്പിക്കേണ്ടത് വിഷയം. 60 വർഷത്തെ സ്വതന്ത്ര ഭാരതത്തിൽ കോൺഗ്രസിന്റെ ഭരണകാലത്തെ സംബന്ധിച്ചൊന്ന് എടുത്തു നോക്ക്, നമുക്ക് ചില വസ്തുതകൾ മനസ്സിലാകും. ന്യൂനപക്ഷങ്ങൾക്ക്, പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ നാട്ടിൽ പരക്കെ അറിയപ്പെടുന്നത് മുസ്ലിങ്ങൾ എന്നാണ്. കാരണം അവർക്കാണല്ലോ വേണ്ടത്ര എല്ലാ ന്യൂനപക്ഷ ആനുകൂല്യങ്ങളും കിട്ടിക്കൊണ്ടിരിക്കുന്നത്, സംവരണങ്ങളും കിട്ടിക്കൊണ്ടിരിക്കുന്നത് അവർക്കാണ്. അപ്പോൾ ഈ മുസ്ലിം ജനവിഭാഗത്തിന് വലിയ തോതിലുള്ള ധനസഹായം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നും ലഭിച്ചു. കോൺഗ്രസ് കൈയയച്ച് സഹായിച്ചു. ഇപ്പോഴും അവരെ സഹായിക്കാൻ സന്നദ്ധമായ ഒരു മനസ്സോടുകൂടി തന്നെയാണ് കോൺഗ്രസ് ഉള്ളതെന്ന് നമുക്കറിയാം. ഇതോടെ ദരിദ്രരായ ഈ സ്വതന്ത്ര ഭാരതത്തിലെ ഹിന്ദു സമൂഹത്തില് അവരുടെ ജനസംഖ്യ 8% കുറഞ്ഞു എന്നാണ് ഏറ്റവും പുതിയ കണക്ക്. അതായത് നമ്മൾ നാട്ടിൽ പറയും, പിച്ച എടുത്തിട്ടാണെങ്കിലും വാഗേരിയവും വയറ്റിന് തരും, അവരെങ്ങനെയെങ്കിലും അങ്ങ് ജീവിച്ചോളും എന്ന് പറയാറുണ്ട്. ഇത് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ അമേരിക്കയിലെ പീറ്റേഴ്സൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർനാഷണൽ ഇക്കണോമിക്സിന്റെ ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ട് സംസാരിക്കുന്നതിനിടയിൽ അവര് പറഞ്ഞു, മുസ്ലിം ജനസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ ജനസംഖ്യയിൽ ഇന്ത്യ ലോകത്ത് 2ാം സ്ഥാനത്താണ്. മുസ്ലിങ്ങളുടെ എണ്ണം ഇന്ത്യയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നിർമ്മല സീതാരാമൻ ആ പരിപാടിയിൽ പറഞ്ഞത്. മുസ്ലിങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങളിലും വിവേചനത്തിലും ഇന്ത്യൻ സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന ആളുകൾ ഇതിന് മറുപടി പറയണമെന്നാണ് പറഞ്ഞത്. കാരണം ഒരു വിഭാഗം ആളുകൾ പീഡിപ്പിക്കപ്പെടുകയാണെങ്കിൽ സർക്കാർ കാരണം അവര് വിവേചനം അനുഭവിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് അവരുടെ ജനസംഖ്യ ക്രമാതീതമായി വർദ്ധിക്കുന്നത്?
2014 അതായത് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഇതുവരെ ഇന്ത്യയിൽ മുസ്ലിങ്ങളുടെ ജനസംഖ്യ കുറഞ്ഞിട്ടില്ല. ഇത് നിർമ്മലാ സീതാരാമൻ പറയാതെ തന്നെ നമുക്കൊക്കെ അറിയുന്ന വസ്തുതയാണ്. പക്ഷേ ഇന്ത്യയോടൊപ്പം തന്നെ രൂപമെടുത്ത പാകിസ്ഥാനിൽ എന്താ ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥ? ഇന്ന് പാകിസ്ഥാൻ വിഭജിക്കുന്ന സമയത്തുണ്ടായിരുന്നത്ര ഹിന്ദുക്കൾ ഇന്നില്ല. അവരെ ഏതാണ്ട് കൊന്നും മതം മാറ്റിയും ഒക്കെ ജനസംഖ്യ ഏതാണ്ട് കുറച്ചിട്ടുണ്ട്. ഇത് നിർമ്മലാ സീതാരാമൻ പറയാതെ തന്നെ പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥ എന്താണ് എന്ന് നമുക്കറിയാം. മുസ്ലിം ജനസംഖ്യയിൽ ഇന്ത്യ ലോകത്ത് 2ാം സ്ഥാനത്താണ് എന്നത് നമ്മൾ അംഗീകരിക്കേണ്ടുന്ന വസ്തുതയാണ്. ഇന്ത്യയിലെ അവസാനത്തെ സെൻസസ് നടന്നത് ഒരുപക്ഷെ 2011 പിന്നെ എന്തടിസ്ഥാനത്തിലാണ്, എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് 2014 മുതലുള്ള മതം തിരിച്ചുള്ള ജനസംഖ്യാ കണക്കുകൾ ഇവർ ആധികാരികമായി ഇങ്ങനെ പാടിഘോഷിച്ച് നടക്കുന്നത്? അങ്ങനെ മതം തിരിച്ച് 2014 മുതലുള്ള ജനസംഖ്യാ കണക്കുകൾ എവിടുണ്ട്? ആര് നടത്തി? എപ്പോ നടത്തി? ആരാണ് അതിന്റെ അതോറിറ്റി? അതിന്റെ ഓതന്റിസിറ്റി എന്താണ്? ഒന്നുമില്ല, അങ്ങ് പറയുകയാണ്. ഇനിയും മതനിരപേക്ഷ രാഷ്ട്രമായ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥയെ മതരാഷ്ട്രമായ പാകിസ്ഥാനുമായി കമ്പയർ ചെയ്യുന്നതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടാവും? ഒരു ഹിന്ദു പാകിസ്ഥാൻ ആയിരുന്നില്ലല്ലോ, ഒരു കാലത്തും മുസ്ലിം പാകിസ്ഥാൻ ആയിരുന്നില്ലേ? താരതമ്യത്തിന് വസ്തുതകൾ വേണ്ടേ? അവര് മറ്റു മതേതര രാഷ്ട്രങ്ങളുമായിട്ടല്ലേ ഇന്ത്യയെ ചേർത്ത് വെക്കേണ്ടത്? പാകിസ്ഥാൻ പോലെ ഒരു മതരാഷ്ട്രവുമായിട്ടാണോ ഇന്ത്യയെ കമ്പയർ ചെയ്യേണ്ടത്? ജനാധിപത്യം ചിതലെടുത്തു പോയ മതരാഷ്ട്രമായ പാകിസ്ഥാനുമായി ഇന്ത്യയെ ഈ കാര്യത്തിൽ കമ്പയർ ചെയ്യുന്നത് വിവരദോഷമാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളുള്ള 2ാമത്തെ രാജ്യം ഇന്ത്യയാണ് എന്ന് ബഹുമാന്യയായ ധനകാര്യമന്ത്രി ലോകത്തോട് വിളിച്ചു പറയുന്നു. ഏകദേശം 17.2 കോടി മുസ്ലിങ്ങളാണ് ഇന്ത്യയിലുള്ളത്. ജനസംഖ്യയിൽ 14.2%. നമുക്കറിയാം, തുല്യത ഉറപ്പു നൽകുന്ന ഭരണഘടനയുള്ള നമ്മുടെ രാജ്യത്തെ യൂണിയൻ ക്യാബിനറ്റില് ഈ നിർമ്മലാ സീതാരാമൻ കൂടി അംഗമായ മന്ത്രിമാരുടെ കൂട്ടത്തിൽ ഈ 17 കോടി മനുഷ്യരിൽ ഒരാള് പോലും ഇല്ല എന്ന പരമസത്യമുണ്ട് എന്ന് പറഞ്ഞാണ് എതിർഭാഗത്ത് ഒരു വിഭാഗം ആളുകൾ അലമുറയിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ജനാധിപത്യപരമായ വിവേചനമുണ്ട് എന്ന് പറഞ്ഞ ഒരു വിഭാഗം ആളുകൾ ഈ 17 കോടി മനുഷ്യർക്കും സമാനരായ മറ്റ് ന്യൂനപക്ഷങ്ങൾക്കും ന്യായമായ പ്രാതിനിധ്യവും പങ്കാളിത്തവും ഉറപ്പുവരുത്തേണ്ടുന്ന കടമ ഒരു ജനാധിപത്യ സർക്കാരിന് ഇല്ലേ എന്ന് ചോദിക്കുന്നു. ഞാൻ എക്സാമ്പിളിന് സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നരേന്ദ്രമോദി 3ാം സർക്കാരായിട്ട് നരേന്ദ്രമോദി അധികാരത്തിൽ വരും, ഒരു മുസ്ലിം മന്ത്രി ഇല്ല എന്നതാണ് അവരുടെ പരാതി. മുസ്ലിങ്ങളെ ഇവരെ ജയിപ്പിച്ചോ? BJP സ്ഥാനാർത്ഥിയായി എത്ര മുസ്ലിങ്ങൾ നിന്നു? ഇവര് ജയിപ്പിച്ചോ? എന്നിട്ട് ഇവര് പറയുന്നു 1947 ശേഷം ആദ്യമായിട്ടാണ് ഒരു മുസ്ലിം മന്ത്രി പോലും ഇല്ലാത്ത സർക്കാർ നമ്മളെ ഭരിക്കുന്നത്. ലോക്സഭയുടെ ട്രഷറി ബെഞ്ചിൽ ഒരു